ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു റെഡ് കളർ കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഈ കോൺഫ്ലവർ ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോഴതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒരു ഹാഫ് കുക്കഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ കരിഞ്ഞു പോകും. ഇങ്ങനെ ഇട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വേപ്പിലയുടെ ആ ഫ്ലേവറൊക്കെ ചിക്കനിൽ ഉണ്ടായിരിക്കും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എങ്ങനെ വേണേലും കഴിക്കാം. ഇനി വെറുതെ ആണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്